നായ് ശല്യം നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ്. എരുമേലി ഇടകടത്തി അറുവച്ചാൻകുഴി പ്രദേശത്ത് ഒരു വീട്ടിൽ നായ്ക്കളെ കെട്ടിയിടാതെ വളർത്തുന്നത് നാട്ടുകാർ പരാതി നൽകിയതനുസരിച്ച് എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ഷാജി ഗർഗത്രയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. അന്വേഷണത്തിൽ ആ വീട്ടിൽ ആക്രമണവാസനയുള്ള 3 നായ്ക്കളെ വളർത്തുന്നതായും കണ്ടെത്തി. കൂട്ടിലടയ്ക്കാതെ നായ്ക്കൾ പുറത്തിറങ്ങി നടക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. റോഡിലൂടെ നടക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങളെ നായ്ക്കൾ ആക്രമിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാളെ നായ കടിച്ചു പരിക്കേൽപ്പിച്ചു. നായ്ക്കളെ തുറന്നുവിടാതെ കൂട്ടിലിട്ട് വളർത്തണമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകി. നായ്ക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ, പഞ്ചായത്ത് ലൈസൻസ് എന്നിവ ഹാജരാക്കുവാൻ ഇവർക്ക് രേഖാമൂലം നോട്ടീസ് നൽകി. വീടുകളിൽ വളർത്തുന്ന നായ, പൂച്ച എന്നീ വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ നിർബന്ധമായി എടുക്കണമെന്നും അല്ലാത്തപക്ഷം പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി ഗർഗത്ര അറിയിച്ചു. എരുമേലി പഞ്ചായത്തിലെ 15-ാം വാർഡ് അറുവച്ചാൻകുഴി ഉണ്ണിക്കുപ്പ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിസരവാസിയുടെ നിരന്തരം പരാതി ആരോഗ്യവകുപ്പിന് അയച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഒരു 3-4 പട്ടികളെ, നാടൻ പട്ടിയെ വളർത്തുന്നു. ആ നാടൻ പട്ടി വാക്സിനേഷൻ എടുക്കാത്ത നാടൻ പട്ടിയാണ്. അത് കൃത്യമായിട്ട് തന്നെ പകൽ സമയത്തും അതുപോലെ രാത്രി സമയത്തും ഒക്കെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരെ ആക്രമിക്കുന്നുള്ളതാണ് സ്ഥലവാസിയുടെ പരാതി. അത് പരിശോധിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു 3-4 പട്ടികൾ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ട് ഒരു വളർത്തുകയാണ്. അപ്പോൾ വീട്ടിലാളില്ല. ഏതെല്ലാം അവരെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്നിരുന്നപ്പോഴും ഇവരുടെ ഈ വീട്ടിലെ ഒരംഗം ഒരു കടയിൽ ജോലി ചെയ്തതായിട്ടാണ് അറിയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ആരോഗ്യവകുപ്പ് കൊടുക്കുന്നതാണ്, നോട്ടീസായിട്ട് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പം വാക്സിൻ വെക്കാത്ത ഒട്ടനവധി നായ്ക്കളുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം പകർച്ചവ്യാധി അതുപോലെ തന്നെ ഈ റേബിസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വാക്സിൻ എടുക്കാത്ത ഈ പട്ടി അതുപോലെ പൂച്ചകളെയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകുന്നു. അതുപോലെ സ്ഥലവാസികൾക്കും പ്രദേശവാസികൾക്കും ഒക്കെ തന്നെ ഇതിൻ്റെ ആക്രമണത്തിൽ നിന്ന് അപകടം ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാസക്കാലയളവ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ആരോഗ്യവകുപ്പിന്, എരുമേലിയുടെ ആരോഗ്യവകുപ്പിന് നിർദ്ദേശിക്കാനുള്ളത് ഈ ഒരു മാസം കാലയളവ് കൊണ്ട് തന്നെ എല്ലാ വീട്ടിലും വളർത്തുന്ന ഈ പട്ടികളെ അതുപോലെ പൂച്ച ഇതിനെല്ലാം തന്നെ വാക്സിൻ നിർബന്ധമായിട്ട് എടുത്ത് പഞ്ചായത്ത് ലൈസൻസ് എടുത്ത് എല്ലാവരും അത് ആരോഗ്യവകുപ്പിനെ ബോധിപ്പിക്കുന്ന രീതിയിൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ വീടുകളിൽ സന്ദർശിക്കുന്ന സമയത്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് ലൈസൻസും ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അത് അവരെ ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങൾ പഞ്ചായത്ത് ഇങ്ങനെയുള്ള ജീവികളെ വളർത്തുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാലാവധി നമ്മൾ കൊടുക്കുന്നുണ്ട്. കാര്യം 20 ദിവസത്തോളം നമുക്കിനിയും കിടക്കുന്നുണ്ട്. ഈ മാസം അവസാനത്തോടു കൂടി എങ്കിലും നമ്മുടെ എരുമേലി പഞ്ചായത്തിലെ പട്ടികളെയും അതുപോലെ തന്നെ പൂച്ചയൊക്കെ വളർത്തുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇതിന് വാക്സിൻ എടുത്ത് പഞ്ചായത്ത് ലൈസൻസ് എടുത്ത് അവർ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്പെക്ഷനുകളുടെ വീടാന്തരമൊക്കെ കയറി ആരോഗ്യപ്രവർത്തകർ പരിശോധിക്കാൻ നമ്മൾ ടീം പോകുന്നതാണ്. ടീം പോകുന്ന അവസരത്തിൽ പഞ്ചായത്ത് ലൈസൻസും അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ ആരോഗ്യപ്രവർത്തകർ ആവശ്യപ്പെടും. അത് കൃത്യമായിട്ട് തന്നെ ഇത് വളർത്തുന്ന ആളുകൾ രേഖകൾ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം ഓരോ വീട്ടുകാരും എടുക്കണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. അല്ലാത്ത പക്ഷം പൊതുജനാരോഗ്യ നിയമപ്രകാരം നിയമനടപടികളും കൈക്കൊള്ളുന്നതായിരിക്കും ഈ അവസരത്തിൽ അറിയിക്കുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീ സന്തോഷ് ശർമ്മ, പ്രശാന്ത്, സജിത് സദാശിവൻ, കെ ജിതിൻ, പ്രതിഭ, ആഷ്ന എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എരുമേലി.